ഒരുവിധം എല്ലാ വണ്ടികളും നമുക്ക് കസ്റ്റമേഴ്സിന്റെ സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ഏകദേശം എല്ലാ വാഹനങ്ങളും ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ കൂടുതലായി വന്നാൽ തന്നെ നമുക്കൊരു 50,000 രൂപ ഒക്കെ കണ്ടാൽ തന്നെ എങ്ങനെയായാലും നമുക്ക് എല്ലാ വണ്ടികളും ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അവസ്ഥയിലാണ് എല്ലാ വണ്ടികളും. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒന്നാമത് നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് ഒക്കെ ഓക്കെ വണ്ടികളാണ് എടുക്കുന്നത്. എല്ലാ വണ്ടികളും നമ്മൾ അങ്ങനെ എടുക്കലില്ല. അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് ഇല്ല വണ്ടികളൊക്കെ നമ്മൾ മെയിൻ്റെനൻസ് കൂടി സ്റ്റോക്ക് കയറുന്നതിനെ ക്ലിയർ ആയ വണ്ടികളാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ പണികളൊന്നും എടുക്കണ കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ല. നല്ല ആലുവക്കണ്ടം പോലത്തെ വാഹനങ്ങളല്ലേ? നല്ല ഫ്രഷ് കണ്ടീഷനുള്ള വണ്ടി. എത്ര വണ്ടികളുണ്ട് ഇവിടെ? 25 ഉണ്ടല്ലേ? ഒരു 25ഓളം വണ്ടികളുണ്ട്. പുറത്തൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടല്ലേ? വണ്ടിക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കൊടുക്കാനല്ലേ പറ്റുമല്ലേ? അതൊക്കെ ഉണ്ട്. ഓക്കെ, മോഡൽ കൂടിയ വണ്ടികളാണ് അല്ലെ? നല്ല ആലുവക്കണ്ടം പോലത്തെ വാഹനങ്ങൾ. അതെ, ഒക്കെ നല്ല റെഡി ടു യൂസ് വണ്ടികളാണ്. അതായത് ഇനിയിപ്പോ എടുക്കുന്ന കസ്റ്റമേഴ്സിനായി പ്രത്യേകിച്ച് ഒരു പണികളൊന്നും എടുക്കേണ്ടി വരാത്ത വണ്ടികളാണ് എല്ലാതും. ഓക്കെ, KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ ടിൻസ് ഡ്രൈവിലാണ്. ഏകദേശം ഒരു 3 മാസമായി ഇവിടെ വീഡിയോ ചെയ്യാത്ത ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. എല്ലാം പുതിയ സ്റ്റോക്കാണ്. നല്ല കിതുമത്തിന്റെ പെട്ടി പീസ് കാറുകൾ, SUV ടൈപ്പ് ഉണ്ട്, സഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, ചെറുവണ്ടികളുണ്ട്. എല്ലാം കണ്ണ് ചിമ്മിയിട്ട് ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ മാനേജറാണ്. ഇവിടുത്തെ ഓണേഴ്സ് എന്തോ മരണമുള്ളതുകൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പോ എന്തായാലും ഇവിടുത്തെ വണ്ടീന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പ്രൈസ് ഒക്കെ മൂപ്പര് പറഞ്ഞുതരും. ബ്രോ, ഇത് നമുക്ക് വണ്ടിക്ക് ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഗ്യാരണ്ടി നമ്മൾ എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വാളിറ്റി ചെക്കിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്നാമത് വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ നമ്മള് എന്തെങ്കിലും ചെറിയ മെയിൻ്റെനൻസ് വർക്കുകൾ ഇല്ല വണ്ടികളൊക്കെ എല്ലാ മെയിൻ്റെനൻസ് വർക്കും ക്ലിയർ ചെയ്തിട്ട് ആണ് സ്റ്റോക്കിൽ ആഡ് ചെയ്യണത്. കാരണം കസ്റ്റമേഴ്സ് നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് വണ്ടി എടുക്കുമ്പോൾ അവർക്ക് ഫർദർ ആയിട്ട് ഒരു എക്സ്പെൻസ് ആയി നമുക്ക് വരാൻ പാടില്ല. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ പിന്നെ അവർക്ക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് റെഡി ടു യൂസ് ആയിരിക്കും വണ്ടി. വേറെ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഉറുപ്പിന്റെ പണി ഉണ്ടാവില്ല. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും എല്ലാ ഭാഗം ഫിറ്റ് ആക്കിയിട്ട് വണ്ടികൾ സെയിലിന് വെക്കുള്ളൂ അല്ലെ? അതെ. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് പിന്നെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് വണ്ടൂരില് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണന്റെയും നിലമ്പൂരിന്റെ ഒക്കെ സെൻട്രലായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പൊ ഇവരെ നമ്പർ വീഡിയോയിലുണ്ട്. പിന്നെ ലൊക്കേഷൻ വേണ്ടവർക്ക് വീഡിയോ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതേവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു റിഡ്സ് കാർ നോക്കാം. അതും അടിപൊളി കളറ്, ഒരു ജനപ്രിയ വണ്ടിയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിട്ടാ. നല്ല കോസ്റ്റ്ലി അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി അല്ല? ഒന്നും നോക്കല്ല, കാരണം ചിമ്മിട്ട് എടുക്കല. ക്വാളിറ്റി ഒക്കെ എന്തുപാട്? ക്വാളിറ്റി ഒക്കെ പക്ക ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം. എന്തെങ്കിലും ഒരു പോളിഷ് വെച്ച് അല്ല, കാണാനൊക്കെ ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ പക്കയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടി തരാൻ പറ്റും. എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ പറയാൻ പറ്റിയ ഒരു കാര്യം, ഇവിടെയുള്ള മാക്സിമം എല്ലാ വാഹനങ്ങൾക്കും ഫുള്ള് ലോൺ കൊടുക്കാം. ചെയ്യാൻ പറ്റും. നിങ്ങളെ സിബിൽ സ്കോർ, നിങ്ങളെ ട്രാക്ക് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഏകദേശം 95% വാഹനങ്ങൾക്കും ഫുള്ള് ലോൺ കേട്ടോ. ഒരു പൈസ വേണ്ടി വരില്ല. അപ്പോ ഇതിന്റെ എങ്ങനെയാണ് മോഡൽ കാര്യങ്ങള്? ഇത് മോഡൽ തന്നെ 2014 മോഡലാണ്. 14 വണ്ടി. മോഡല് VDI ആണ് വരുന്നത്. VDI ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഇതിൽ വരുന്നുണ്ടോ? വരുന്നില്ല, ഇതിൽ വരുന്നില്ല. സോറി. പിന്നെ ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 1.21 ഓട്ടം വരുന്നത്. ഡീസൽ ആണ് ഓപ്ഷൻ വരുന്നത്. VDI ആണ് അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. വേറെ തട്ടുമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടിക്ക്. ഇത് നമുക്ക് എന്ത് വിലക്ക് ചെയ്യാൻ പറ്റും? ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഒരു 3.45 ചെയ്യാൻ പറ്റും. 3.45 കൊടുക്കാം. 14 വണ്ടി. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ. ഈ അലോയ്സിന് കൊടുക്കണോട്ടാ. 30,000-40,000 അലോയ്സ് തന്നെ ഉണ്ട്. അതും ഫുൾ കട്ട് ടയർ ആണ്. ടയറും പക്ക. ടയർ ബാക്കിലൊക്കെ ഫുൾ കട്ട് തന്നെ അല്ല? ഫുൾ കട്ട് ടയർ ഉണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്യാൻ ഒരു 5,000 അതും വേണമല്ലോ. ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. ചെയ്യേണ്ടി വന്നാലോ. അല്ല, ഇത് ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചാ. അതെ. അപ്പോ 3.40 ആസ്ക് ഫുള്ള് ലോണ്. ഫുള്ള് ലോൺ ചെയ്യാം. ഒരു ഖിദ്മത്തിന്റെ കറക്റ്റാ അല്ല? അതും ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. എത്ര മോഡലായിരുന്നു ബ്രോ? ഇത് 2017 മോഡൽ. 17 വണ്ടി അല്ലെ? ഇത് 1.4. 1.4. മൈലേജ് കൂടുതൽ ഉണ്ടാവും അല്ല? മൈലേജ് അധികം കിട്ടും.
എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1,08,000. 8,000. 1.8 അല്ലേ? 1.8. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ പൊതുവെ വണ്ടികൾ നമ്മൾ ചെയ്തില്ല. ഇല്ല, അങ്ങനത്തെ വണ്ടികൾ ഇവിടെ ഇല്ല, ഏതില്ല. റീപ്ലേസ് ഉള്ള ഏതെങ്കിലും ഒരു വണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? റീപ്ലേസ് മൈനർ റീപ്ലേസ് ഒക്കെ നമുക്ക് വരുള്ളൂ. അതെ, അതുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. ഇത് എത്ര മോഡൽ? 17. ഇത് 17 മോഡൽ. 17 വണ്ടി അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. സെക്കൻഡ് ആണല്ലേ? വേറെ തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 6,70 ചെയ്യാൻ പറ്റും. 6,70 ചെയ്യാം അല്ല? 17 വണ്ടി. ലോൺ എത്ര കിട്ടും? ലോണ് കസ്റ്റമറിന്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ ലോണിന് ചെയ്യാൻ പറ്റും അല്ലെ? വിറ്റാര ബ്രസ്സയാണ്, ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ് അല്ലെ? ഒരു റയർ പീസ് ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയാണ് ബ്രോ? ഇത് 2019 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. ഒരേ ഒരു ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം 94,000. തട്ടുമുട്ട് ഇടി കുത്ത് ഇല്ല, ഒന്നുമില്ല. മെക്കാനിക് പക്ക. സർവീസ് ഒക്കെ ഉണ്ടാവില്ലേ? സർവീസ് ഒക്കെ ഉണ്ടാവും. 19 മോഡൽ വണ്ടി. എന്തായാലും മോഡൽ കൂടിയ വാഹനമാണ്. എന്തായാലും എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കായിരിക്കും. അതിൽ കോംപ്രമൈസ് ഇല്ല അല്ല? ഓക്കെ. എക്സ്ട്രാ ഫിറ്റ് എന്ത് കയറിനാ ബ്രോ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇതിമേ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇത് ഫുൾ ലോഡ് വണ്ടി ZDI ആണ്. അപ്പൊ ഒരുവിധം അല്ലാതെ ഇതിമേ തന്നെ ഉണ്ട്. പ്ലസ് ഉണ്ടോ? പ്ലസ് ഇല്ല. ZDI അലോയ്സ് ഒക്കെ വരും. ഓക്കെ. എത്ര ചെയ്യാൻ പറ്റും ഇത്? ഇത് നമുക്ക് 8 രൂപ കൊടുക്കാം. 8 ലക്ഷം അല്ല? ലോണ് നമുക്ക് ഏകദേശം ഫുള്ള് ചെയ്യാൻ പറ്റും. ഫുള്ള് ചെയ്യാം അല്ല? ഫുള്ള് ചെയ്യാൻ പറ്റും. ചെറിയ ബഡ്ജറ്റിൽ ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഓട്ടൊക്കെ കുറവുണ്ടല്ലേ? 83,000 ആണ് ഓട്ടം. 83,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇത് ഹിസ്റ്ററി ഉണ്ടായിന്? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ? എത്ര മോഡലായിരുന്നു? ഇത് 2018 മോഡല് VXi ആണ്. VXi ആണ്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് ഇത് സെക്കൻഡിലാണ്. സെക്കൻഡ് അല്ലെ? VXi എന്ന് പറയുമ്പോൾ മിഡിലാണ്. 4 ഡോർ പവർ വിൻഡ് ഒക്കെ വരും. ഫോഗർ ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കുറച്ച് കേറിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ കട്ട് ടയർ ഒക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഉണ്ടോ? ആൻഡ്രോയിഡ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് വണ്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണോ? കാരണം 10 ഉറുപ്പിന്റെ ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടാവും. ഇത് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റെഡി ടു യൂസ് കണ്ടീഷൻ തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത്. ഒരു കണ്ണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റുമല്ലോ? എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ഫൈനല് 4,95 ചെയ്യാൻ പറ്റും. 4,95 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോണും ഏകദേശം നമുക്ക് ഫുൾ തന്നെ ചെയ്യാം. നല്ല സിബിൽ സ്കോർ, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ചെയ്യാം അല്ല? ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വിറ്റാര ബ്രസ്സയാണ്. നല്ല ജനപ്രിയ കളറാണ് വരുന്നത്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ലോഡാണ് കേട്ടാ ബ്രസ്സില്. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? മോഡൽ ഇത് 2022 മോഡലാണ് വരുന്നത്. പ്ലസ് ആണ്. പുഷ് ബട്ടൺ വരും. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ, സൺറൂഫ്, ഫോഗർ, ഡിഫോഗർ, DRL എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ഇല്ലാത്ത ഒരു ഏറ്റവും ടോപ്പ് അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 76,000. 76,000 ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ടാവില്ല? ഇത് കമ്പനി വാറന്റി ഉള്ള വണ്ടി ആയിരിക്കും. അതന്നെ എക്സ്പയർ ആയിട്ടുണ്ടാവില്ല. കമ്പനി വാറന്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ. എത്ര ആസ്ക് ചെയ്യണത്? ഇതിന് ആസ്കിങ് 9,500 ആണ്. പക്ഷെ നമ്മളിപ്പോ ഓഫർ പ്രൈസിലായിട്ട് ഇതൊരു 9 രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. പുതിയ വണ്ടിക്ക് 14 ലക്ഷത്തി ചില്ലറ പൈസ ഉണ്ട് ഇനി. ഹിദ്മത്തിന്റെ ഒരു പെട്ടി പീസ്, ടാറ്റന്റെ പഞ്ച്, നല്ല ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ഉള്ള ഒരു വണ്ടി അല്ലേ? സെറ്റ് ബോഡി. നല്ല സെറ്റ് ബോഡി. എത്ര മോഡലായിരുന്നു ബ്രോ? ഇത് 2022 ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരേ ഒരു ഓണർ. 22 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 78,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എക്സ്ട്രാ ഫിറ്റ് കയറിയോ? എക്സ്ട്രാ നമ്മള് സീറ്റ് കവർ ഉണ്ട്. പിന്നെ അലോയ് വീല് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നല്ലേ? മിഡിലാ? ഏത് ഓപ്ഷൻ ആണ്? മിഡിലാണ്. അലോയ്സ് ഒക്കെ വരുന്നതല്ലോ കമ്പനിന്ന്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി? തട്ടുമുട്ട് ഒച്ചല് അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ഹൈബ്രിഡ് ആണ് വരുന്നത്. ഹൈബ്രിഡ് വണ്ടി മൈലേജ് കാര്യങ്ങൾ അതും ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് 5,45 ആണ് നമ്മൾ ആസ്കിങ്. 5,45. ഓക്കെ. ലോണൊക്കെ മാക്സിമം ഫുൾ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോണിന് കൊടുക്കാം. ഒരു പൈസ വേണ്ട. ഇല്ല. വിറ്റാര ബ്രസ്സയാണ്. 1 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വണ്ടി. ഡീസൽ വാനാണ്. കോസ്റ്റ്ലി അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ്,
പിന്നെ ഫ്രണ്ടില് ഗ്രില്ല് കാര്യങ്ങള്, ലാൻഡ് റോവറിന്റെ ഗ്രില്ലാണ് വരുന്നത്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വണ്ടിയാണ് ബ്രോ. ഇത് എത്ര മോഡലായിരുന്നു? ഇത് 2016 മോഡലാണ്. 16 ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം വരുന്നത് 120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒന്നുമില്ല. വണ്ടി മെക്കാനിക് ഒക്കെ പക്കയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലല്ല. ഈ വണ്ടി കണ്ടാല് നിങ്ങൾ എടുത്തു പോവട്ടോ, ആ ഒരു ലുക്കാണ് വണ്ടിന്റെ. ഇത് എനിക്കൊന്ന് ഹൈറ്റ് ആയിരുന്നു തോന്നുന്നു. ഹൈറ്റ് കുറച്ച് എന്താ പൊക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 10,000 റേഞ്ചിൽ വരുന്ന അലോയ് വീൽസ് ഉണ്ട്. സീറ്റ് കവർ LCD ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് വരുന്നുണ്ട്. ലാൻഡ് റോവറിന്റെ ഗ്രില്ല് വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഒന്നിന്റെ മേലൊക്കെ ഉണ്ടാവുമല്ലോ എക്സ്ട്രാ ഫിറ്റ്. ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ടയർ നല്ല ഹൈറ്റ് ഉണ്ട്, സൈസ് കൂടുതലാണ്. എത്ര ഇത് ബ്രോ ആസ്ക് ചെയ്യുന്നത്? ഇത് 5.25 ആസ്കിങ്. 5.25. 2016 വണ്ടി. അതും ഒന്നിനു മേലെ എക്സ്ട്രാ ഫിറ്റ് ഉള്ള വണ്ടിയാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം നോക്കിക്കോ. വണ്ടി വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, തട്ടുമുട്ടി ഇടി കുത്തൊന്നുമില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. കിടുക്കാച്ചി എർട്ടിക, ഒരു 7 സീറ്റ് വണ്ടിയാണ്. അതും ന്യൂ ഷേപ്പിൽ വന്ന ഒരു വാഹനം. മോഡൽ എത്രയാണ് ബ്രോ? ഇത് 2017 മോഡല് VXI O ആണ്, ഓപ്ഷണലാണ്. അതായത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കേട്ടോ. അത് കമ്പനി ഇറങ്ങുമ്പോൾ വില വ്യത്യാസം ഉണ്ടാവും. സാധാ വണ്ടിയും ലിമിറ്റഡ് എഡിഷൻ വില വ്യത്യാസം വരുന്നുണ്ട് ബ്രോ. ഇത് 17 മോഡലാണ് അല്ലെ? ഓപ്ഷന് VXI വരുന്നത്. എത്ര ഓട്ടം ഉണ്ട്? ഇത് ഓട്ടം 74,000 ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ അലോയ്സ് ഒക്കെ ഉണ്ടല്ലോ? അലോയ്സ് കാര്യങ്ങളുണ്ട്. അതാണ് കമ്പനിയിൽ നിന്ന് വരുന്നതാ? VXI ആണ്, പക്ഷെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട്. പിന്നെ അകത്ത് ഇന്റീരിയർ ഒരു പ്രത്യേക ഒരു വുഡൻ ഫിനിഷിലേക്കാണ് വരിക. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് എഡിഷൻ വന്നോണ്ട്. അപ്പൊ ഒരുപാട് വില വ്യത്യാസം ഉണ്ടാവും ലിമിറ്റഡ് എഡിഷൻ. കാരണം എന്താ വെച്ചാൽ അലോയ്സ് ഒക്കെ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. വണ്ടി വേറെ തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അല്ലെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇത് നമുക്കൊരു 660 ചെയ്യാൻ പറ്റും. 660 ചെയ്യാൻ പറ്റും അല്ലെ? മാക്സിമം ലോണ് അതും ചെയ്ത ഫുള്ള് ചെയ്യാം. സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് 7 സീറ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. മഹീന്ദ്രന്റെ XUV 500 അല്ലെ? ഇത് ഏതാ ഓപ്ഷന്? ഇത് W8 ആണ്. W8 അല്ലെ? ഫുൾ ലോഡ് വണ്ടി അല്ലെ? ഫുൾ ലോഡ് വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം ഇത് 90,000 ആണ് വരുന്നത്. ഓട്ടം കുറവുണ്ടല്ലേ? 90,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ തട്ടുമുട്ട് ഇടി കുത്ത് ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല കണ്ടീഷനിലെ വണ്ടി തന്നെയാണ്. ഇപ്പൊ കസ്റ്റമേഴ്സിന് ഇനി കൊണ്ടുപോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് വർക്കൊന്നും പെൻഡിങ് ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല, എണ്ണടിക്കാൻ ഓടാം. അത്യാവശ്യം മൈലേജും 16 റേഞ്ചില് മൈലേജും പറയും. മെക്കാനിക്കൽ പക്കയായിരിക്കും അല്ലെ? ഓക്കെ. വണ്ടിമേ യാതൊരു പ്രശ്നമൊന്നുമില്ല. ഒരു കുത്തമിനാർ അല്ല വണ്ടി? അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അതെ. മോഡൽ വരുന്നത് 2012 മോഡൽ. 12 വണ്ടി അല്ല? 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും. ഇത് എത്ര നിങ്ങൾ ആസ്ക് ചെയ്യണേ? ഇത് 490 ആണ്. 490 ചോദിക്കുന്നുണ്ട് അല്ലെ? ലോണൊക്കെ എത്ര കിട്ടും? ലോണ് ചിലപ്പോ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ചിലപ്പോ കാണേണ്ടി വരും. കാരണം 1 ലക്ഷം രൂപ വേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇറക്കാൻ പറ്റും. എന്തായാലും ഇറക്കാം. ബ്രസ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് മോഡല്? മോഡൽ ഇത് 2017 മോഡലാണ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ZDI പ്ലസ് ആണ് വരുന്നത്. ZDI പ്ലസ് അല്ലേ? ഓക്കെ. പുഷ് ബട്ടൺ ഒക്കെ വരും? പുഷ് ബട്ടൺ ഒക്കെ വരും. വൈപ്പർ, അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയ്സ്, ഫോഗർ, ഡീഫോഗർ, പിന്നെ ആൻഡ്രോയിഡ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാ സെറ്റപ്പുള്ള വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഓട്ടത് 89,000 ആണ്. ഓട്ടം കുറവുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? അതൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരേ ഒരു ഓണർ അല്ല? നല്ല കിടുക്കച്ച് വണ്ടി അല്ലേ? 2017 വണ്ടി. എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് 690 കൊടുക്കാൻ പറ്റും. 690 കൊടുക്കാം. ഇവിടെ മഹീന്ദ്രന്റെ വണ്ടിയാണ് XUV 300. അത് 5 സീറ്റ് വണ്ടി അല്ലേ? ഓക്കെ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓട്ടം 92,000. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. ഡീസൽ വണ്ടിയാണ്. ഇത് ഡീസൽ ആണല്ലോ വണ്ടി? നല്ല മൈലേജ് അത്യാവശ്യം. ഓക്കെ. 5 സീറ്റില് മഹീന്ദ്രന്റെ XUV 5 സീറ്റില് ഡീസൽ വണ്ടി നോക്കുന്ന ആളുണ്ടെങ്കിൽ
വേഗം വന്ന് നോക്കിക്കോ. ഇങ്ങനത്തെ പീസ് പൊതുവെ മാർക്കറ്റിൽ കിട്ടില്ല. അതും ഓപ്ഷൻ വരുന്നത് W4 മിഡിൽ ഓപ്ഷൻ അല്ലേ, അതായത് സൺറൂഫ് പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അതൊന്നും ബാക്കിയൊക്കെ എല്ലാതും വരുന്നുണ്ട്. ഈ അലോയ് വീൽസ് കാര്യങ്ങൾ എല്ലാതും വന്നിട്ടുണ്ട്, ബാക്കി എല്ലാ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ബ്രോ? റീപ്ലേസ് ഒന്നും ഇല്ല. എക്സ്ട്രാ നമ്മള് 360 ക്യാമറ ഒക്കെ ചെയ്തിട്ട്. ഓ 360 ക്യാമറ ആഡ് ചെയ്തിട്ടല്ലേ? ഓക്കെ. പിന്നെ ഈ ടോപ്പിൽ ഇതെന്താണ്, ഇത് ചെയ്തതാ കമ്പനി വന്നതാ? അല്ല, അതൊക്കെ വന്നതാണ് അല്ലേ? ഓക്കെ. എത്രക്ക് കൊടുക്കാം ബ്രോ? ഇത് നമുക്കൊരു 585 ചെയ്യാൻ പറ്റും. 585 കൊടുക്കാം, അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിലും കൊടുക്കാൻ പറ്റും. 2019 വണ്ടിയാണ്. 585. ഒരു പൈസ വേണ്ടല്ല? ഇല്ലല്ല, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതെവിടെ ഒരു 7 സീറ്റ് വണ്ടി, മഹീന്ദ്രന്റെ XUV റയർ ആണ് കേട്ടോ. അതായത് 4 വീൽ ഡ്രൈവ് വണ്ടിയാണ് ഇത്, ഓട്ടോമാറ്റിക്കലി 4 വീലിലേക്ക് വരുന്നത് അല്ലേ? അതായത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. പൊതുവെ കുറച്ച് വണ്ടികളെ ഇങ്ങനത്തെ സാധനം ഇറങ്ങിയിട്ടുള്ളൂ, അങ്ങനെ മാർക്കറ്റിൽ എവിടെ ഉണ്ടാവലില്ല. ഇങ്ങനത്തെ ഒക്കെ വണ്ടി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്, 3355. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് മോഡൽ 2015 മോഡലാണ്. 15 വണ്ടി അല്ല? W8 ഫുൾ ഓപ്ഷൻ ആണ്, ഫുൾ ഓട് വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടോ 87,000. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? നല്ല പക്കാ കണ്ടീഷൻ അല്ലേ? തട്ടുമുട്ട് ഇടി കുത്ത് അങ്ങനത്തെ കേരള വണ്ടിയല്ലോ? ഒറിജിനൽ കേരള അല്ലേ? ഓക്കെ. W8 ആണ്. പിന്നെ വേറെ വണ്ടി യാതൊരു പ്രശ്നമില്ല. എത്രയൊക്കെ ചെയ്യാൻ പറ്റും ഇത്? നമുക്കിപ്പോ ഏറ്റവും ഫൈനലിൽ നമുക്കൊരു 665 ചെയ്യാൻ പറ്റും. 665 കൊടുക്കാം മാക്സിമം. ഫുള്ള് ചെറിയ പൈസ ഉണ്ട്, ചോദിക്കണ വിലയാണ് 665. മാക്സിമം ഫുള്ള് ലോണും കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ആവശ്യക്കാര് വിളിച്ചോട്ടെ. ആലുവക്കണ്ടം പോലത്തെ ഒരു ഇന്നോവ കാർ, അതും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ആക്കിയ ഒരു വാഹനം കൂടിയാണ് ബ്രോ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് കയറിയ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരു 30,000 രൂപ റേഞ്ചിൽ ഏകദേശം വരുന്ന ഹെഡ്ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഇന്റീരിയർ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? സീറ്റ് കവർ അല്ലാതെ? ഇന്റീരിയർ സീറ്റ് കവർ പുതിയതാണ്. വേറെ കാര്യമായിട്ടൊന്നും. ഇത് ഓപ്ഷൻ വി അല്ലേ? ഓപ്ഷൻ വി ആണ്. വി ആണ്. ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ഈ കമ്പനിയിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നത് അല്ലേ? ഓക്കെ. എത്ര മോഡലായിരുന്നു ഇത്? 2012 മോഡൽ. 12 വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടോ ഇത് 160 ഓടിയിട്ടുണ്ട്. ഇതെന്ത് പാട് ഓട്ടം കറക്റ്റ് ആയിരിക്കോ? കറക്റ്റ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ടൊയോട്ടന്റെ വണ്ടികളല്ലേ, 160 ഒന്നും ഒരു വിഷയമല്ലേ ടൊയോട്ടന്റെ വണ്ടികളാവുമ്പോ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല് നമ്പറായ വണ്ടിയാണ്, അപ്പൊ അതില് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഹിസ്റ്ററി ഉണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാര്യങ്ങൾ അവര് വന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടല്ല? ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. എന്തായാലും വേറെ തട്ടുമുട്ടി ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എത്ര ഇത് ആസ്ക്? ഇത് 595 ആണ് നമ്മൾ ഓഫറിൽ ചെയ്യുന്നത്. എത്ര ലോൺ കിട്ടും? മാക്സിമം ലോണും ചെയ്യാൻ പറ്റുമല്ലോ? മാക്സിമം ചിലപ്പോ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കാണേണ്ടി വരും, ഡൗൺ പേയ്മെന്റ് എന്തെങ്കിലും. എന്തായാലും നിങ്ങള് വണ്ടി നോക്കുകയാണെങ്കിൽ ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ ലോണിന്റെ കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഇവിടെ ഒരു ആഡംബര കാർ, ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ കൊടുക്കല്ലോ ബ്രോ? എത്ര മോഡലായിരുന്നു? ഇത് 2015 മോഡലാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാ? അതർ സ്റ്റേറ്റ് നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ. മോഡല് 2015 മോഡല് ജെ ഓപ്ഷൻ ആണ് വരിക. ജെ ആണല്ലേ? ന്യൂ ഷേപ്പിൽ വന്ന വണ്ടിയല്ലേ? ഓക്കെ. ജെ ആണ് ഓപ്ഷൻ. ഡീസൽ ആണ്. നല്ല മൈലേജ് കിട്ടും, പെരും മൈലേജ് ആയിരിക്കും. ഒരു 20+ മൈലേജ് എങ്ങനെയായാലും നമുക്ക് കിട്ടും. ലോങ് ഡ്രൈവ് ആണെങ്കിൽ 20 മേലെ കിട്ടും. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി. പിന്നെ ഓട്ടൊക്കെ വല്ലാണ്ട് ഉണ്ടായത്? ഓട്ടത് 162. ജെന്യൂൻ ആയിരിക്കോ? ജെന്യൂൻ ആണ്. ഓട്ടോ ഇനി 5 10 ഓടിയാലും പ്രശ്നം ഉണ്ടാവില്ല. വണ്ടി ടൊയോട്ടയാണ് അല്ലേ? ഓക്കെ. മെക്കാനിക്ക് പക്കല്ലേ? മെക്കാനിക്കൽ പക്കയാണ്. എത്ര ആസ്കേനെ? നമുക്കത് 6.25 കൊടുക്കാം. 6.25 കൊടുക്കല്ലേ? ലോണൊക്കെ കിട്ടൂലേ? ലോണും ഫുള്ള് ചെയ്യാൻ പറ്റും. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഹൂണ്ടായിന്റെ ഇതേതായിരുന്നു? വെർണ. ഓക്കെ. ഇത് ഒരു പ്രീമിയം സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. ഇത് ഏതാ ഓപ്ഷൻ? ഫുള്ള ഇത് SX ആണ് ഓപ്ഷൻ വരുന്നത്. 1.6 ആണ്. 1.6 ആണല്ലേ? ഓക്കെ. വെർണ എത്ര മോഡലായിരുന്നു ബ്രോ? ഇത് 2015 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടം ഇത് 85,000. കേരള വണ്ടിയല്ലേ? കേരള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി. അതായത് മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടി. ഫിറ്റ് അല്ലേ? വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഡീസൽ ആണ്. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ മൈലേജും കിട്ടും. 20+ കിട്ടും. 20+ കിട്ടും. നമ്മൾ എന്തായാലും 20 പറയാം, അതിൽ കൂടുതൽ പറയണ്ട. വേറെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി? ഉണ്ട്. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളും. എത്ര കൊടുക്കാം ഇത്?
ഇത് നമുക്കൊരു 5-20 ചെയ്യാൻ പറ്റും. 5-20 ചെയ്യല. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ലോൺ ഫുള്ള് കിട്ടോ? ലോണും ഫുള്ള് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്യാം. ഓക്കെ. മൈലേജിൽ കിങ്, റോട്ടിലെ രാജാവ്, ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള അല്ലെ? എടുക്കുന്ന ആൾക്ക് സിംഗിൾ ഓണർ എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. അതെ, നല്ല ക്ലീൻ പീസ് അല്ലേ ബ്രോ? ക്ലീൻ പീസ് ആണ്. എത്ര മോഡലായിരുന്നു? 2015 മോഡലാണ് വരുന്നത്. ഓക്കെ. ഓട്ടം എത്രയുണ്ട്? ഓട്ടം 1.18 റണ്ണിങ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ വി ഓപ്ഷനിലാണ് വരുന്നത്. വി ആണല്ലേ? വി ഓപ്ഷൻ. അലോയ്സ് പവറിന്റെ കാര്യങ്ങൾ ആൻഡ്രോയിഡ് കമ്പനി സെറ്റ് ഒക്കെ വരുന്നതാണ്. വേറെ വണ്ടി മെക്കാനിക്കൽ പക്കായിരിക്കും. മെക്കാനിക്കൽ ഒക്കെ പക്കയാണ്. നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും ഇനിയില്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. 2015 വണ്ടി. 15 വണ്ടി. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്കൊരു 5.60 ചെയ്യാൻ പറ്റും. 5.60 കൊടുക്കല്ലേ? ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ലോൺ എത്ര കിട്ടും? ലോണ് ഫുള്ള് ചെയ്യാം. ഇതവിടെ ഒരു ചോപ്പ് കളറിലൊരു ബ്രസ്സ അല്ല, ഡീസൽ ആണ് ബ്രോ. എത്ര മോഡല്? ഇത് 2018 VDI ആണ് വരുന്നത്. ഓപ്ഷൻ തന്നെ VDI ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടം വരുന്നത് 87,000 കിലോമീറ്റർ. ഓട്ടം കമ്മി ഉണ്ടല്ലോ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. ഓണർഷിപ്പ് ഇത് സെക്കൻഡിലാണ്. സെക്കൻഡ് അല്ല? തട്ടുമുട്ടി ഇടി കുത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. വണ്ടി ക്ലീൻ പീസ് അല്ല? മെക്കാനിക്കലി ഫിറ്റ് ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6.90 കൊടുക്കാൻ പറ്റും. 6.90. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് ട്രാക്ക് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഫുള്ളും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ചെയ്യാം അല്ല? ഒരു പൈസ വേണ്ട. ഇല്ല. വിറ്റാര ബ്രസ് ഇവിടെ ഒരു 4-5 പീസ് ഉണ്ട് അല്ലെ? 4-5 പീസ് ഉണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബ്രസ് നോക്കുന്ന ആൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അത്രയും ഉണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റിൽ ആൾട്ടോ 800 ആണ് നിങ്ങളെ കാണിക്കുന്നത്. എത്ര മോഡലായിരുന്നു? ഇത് 2013 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണറിലാണ് ഇപ്പോ. ഓക്കെ. ഓപ്ഷൻ LXi. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടത് 1.20 ഉണ്ട്. മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കലി ഒക്കെ ഫിറ്റ് ആണ്. ആൾട്ടോ ആണ്. അങ്ങനത്തെ തട്ടുമുട്ട് കേസൊന്നും ഇല്ലല്ലോ? കേസുകളൊന്നുമില്ല. വണ്ടി ക്ലീൻ പീസ് ആണ്. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് 1.80. 1.80. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് 1.5 കിട്ടൂല്ലേ? 1.5 ലോൺ കിട്ടും. 13 വണ്ടി. 13 വണ്ടി. ചിലപ്പോ ഒരു ചെറുത് എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് 1.30 ലോൺ കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ഇവിടെ ഒരു സെഡാൻ വണ്ടി കാണിച്ചു കൊടുക്കുക. ഇത് ഏതായിരുന്നു? ഇത് വെർണ 2012 മോഡലാണ്. 12 വെർണ. ഓക്കെ. ഹ്യുണ്ടായിന്റെ വണ്ടി. ഡീസൽ പെട്രോൾ? ഡീസൽ ആണ്. ഓട്ടോമാറ്റിക്കാ? അല്ല, മാനുവൽ ആണ്. 1.6 ആണ് വരുന്നത്. 1.6 SX അല്ല? അതെ. ഓക്കെ. എന്തുപാട് വണ്ടി? മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. വണ്ടി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ തീർന്നതാണ്. നിലവിലിപ്പോ എടുക്കുന്ന ആൾക്ക് പണിയൊന്നും എടുക്കാനില്ല. പണികളൊന്നും. നീറ്റ് ആൻഡ് ക്ലീൻ. എത്ര കൊടുക്കരുത്? ഇത് നമുക്കൊരു 2.65 കൊടുക്കാൻ പറ്റും. 2.65 കൊടുക്കാൻ പറ്റുമല്ലോ? 92,000 ആണ് റണ്ണിങ് വരുന്നത്. കിലോമീറ്റർ അത്രേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അല്ല, വേറെ തട്ടുമുട്ട് കേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, അതൊന്നുമില്ല. ലോണൊക്കെ ഫുള്ള് കൊടുക്കാൻ കഴിയോ? ഫുള്ള് നമ്മൾ പറയണില്ല. ഈ വണ്ടി 2012 ആയതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് നമുക്ക് കരുതേണ്ടി വരുള്ളൂ. മോഡൽ 12 വണ്ടി. ഇവിടെ ന്യൂ ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സെലേറിയോ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും മാനുവൽ വാഹനമാണ് ബ്രോ. ഇത് എങ്ങനെയാണ് മോഡൽ? 2018 മോഡലാണ്. VXi വരുന്നത്. VXi ഓപ്ഷൻ അല്ലേ? ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓട്ടം വരുന്നത് 78,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? തട്ടുമുട്ട് ഇടി കുത്താങ്ങല്ലോ? നീറ്റ് വണ്ടിയാണ്. ഓക്കെ. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് അല്ലേ? ഫിറ്റ് ആണ്. എത്രക്ക് കൊടുക്കാവോ ബ്രോ? നമുക്കിത് ഒരു 3.65 ചെയ്യാം. 3.65 ചെയ്യാം. ലോൺ ഫുള്ള് കിട്ടോ? ലോണും ചെയ്യാൻ പറ്റും. പുതിയ വണ്ടിയല്ലേ, നമുക്ക് അത്യാവശ്യം ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ? വിളിക്കട്ടെ. ഇതവിടെ ഒരു 7 സീറ്റ് വണ്ടിയാണ്. മഹീന്ദ്രന്റെ TUV അല്ല? TUV. അതും T8 അല്ല? ഓപ്ഷൻ ആണ് വരുന്നത്. വോയിസ് മെയിലൊക്കെ വരുന്ന അല്ല? അലോയ്സ് വരും. എത്ര ബ്രോ മോഡല്? ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ആണ്. 16 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി അല്ലേ? ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടത് 1.13 ആണ് വരുന്നത്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ലല്ല, ഒന്നും വന്നിട്ടില്ല. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? വണ്ടി നീറ്റ് ആണ്. ഒരു പെട്ടി പീസ് കാണാൻ നല്ല ലുക്കാണ്. അതെ. എത്ര ബ്രോ ആസ്ക് ചെയ്യുന്ന? ഇതിന് നമ്മള് ഫൈനലായിട്ട് നമുക്കൊരു 4.90 കൊടുക്കാൻ പറ്റും. 4.90 കൊടുക്കുക. 2016 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി അല്ലേ? ലോൺ എത്ര കൊടുക്കുക? ലോൺ നമുക്ക് ഇതിന് ഫുള്ള് ചെയ്യാൻ പറ്റൂല്ലേ? നല്ല സിബില് നല്ല സ്കോർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്.
അതെ. ആവശ്യക്കാരാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. വേറെ തട്ടുമുട്ട് ഉറപ്പല്ലേ? മെക്കാനിക്ക് പക്കല്ലേ? മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടി. ഇനി വേറെ പെൻഡിങ് വർക്കൊന്നും കസ്റ്റമേഴ്സിന് ഇല്ല, കൊണ്ടുവന്ന ആൾക്കാർക്കില്ല. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. അതെ. ഇതെവിടെ ഒരു മാരുതിന്റെ ബലനോ, അതും മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി. പെട്രോളാ ഡീസലാ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? അത് 2016 മോഡല്, സെക്കൻഡ് ഓണറില് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 2016 വണ്ടി. ഓക്കെ. ഈ ഓപ്ഷന് ആൽഫയാണ്. ആൽഫ അല്ല, ഏറ്റവും ടോപ്പ് അല്ലേ? ടോപ്പ് ആണ്. എല്ലാതും ഉണ്ടാവും. പുഷ് ബട്ടൺ കാര്യങ്ങള്, ബാക്ക് വൈപ്പർ, അലോയ് വീൽസ് എല്ലാതും വരുന്നുണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. സൺറൂഫ് മാത്രമില്ല. സൺറൂഫ് ഇതിന് വരുന്നില്ല. അതെ, സൺറൂഫ് വരുന്നില്ല അല്ല, ഇല്ലാന്നാ പറഞ്ഞത്. ബാക്കി എല്ലാ സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ഓട്ടം എത്ര ഉണ്ട് ഇത്? ഓട്ടത്തിന് 91,000. ഓട്ടം കുറവുണ്ടല്ലേ? ഓക്കെ. എത്ര ചെയ്യാൻ പറ്റും ഇത്? നമുക്കൊരു 490 ചെയ്യാം. 490 കൊടുക്കാം. 2016 വണ്ടി അല്ല, ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ? ലോണൊക്കെ മാക്സിമം കൊടുക്കാൻ ലോൺ മാക്സിമം ചെയ്യാം. മൈലേജിൽ കിങ് ടാറ്റന്റെ നെക്സോൺ ആണ് നിങ്ങളെ കാണിക്കുന്ന. ഡീസൽ വണ്ടിയാണ്, പെരും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡലാണ് വരുന്നത്. XM ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ അല്ല. ഓക്കെ. XM ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടത് 85,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണറിലാണ്. തട്ടുമുട്ട് ഇടി കുത്ത് ഇല്ല, ഒന്നുമില്ല. ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. ഇല്ല. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6,000 ചെയ്യാൻ പറ്റും. ലോണ് ഫുള്ളും ചെയ്യാൻ പറ്റും. ഫുള്ള് പുതിയ മോഡൽ. പൈസ വേണ്ട? ഇല്ല. ഇവിടെയുള്ള ഏകദേശം വണ്ടിക്ക് പൈസ വേണ്ട, ഫുള്ള് ലോണ് കിട്ടും. ഇവിടെ അവസാനമായിട്ട് ഒരു ജനപ്രിയ വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്വിഫ്റ്റ് കാറാണ്, ഡീസലാണ്. അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഇവരെ നമ്പർ ഉണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് അയച്ചു തരും കേട്ടോ. ലൊക്കേഷൻ വരുന്നത് പിന്നെ മലപ്പുറം വണ്ടൂരില് ചെറുകോട് എന്നല്ലേ പറഞ്ഞ? വണ്ടൂരാണ്. വണ്ടൂര്, അതായത് പാണ്ടിക്കാട് റോട്ടില്. ഇപ്പൊ പാണ്ടിക്കാടിന് ആ ഭാഗത്ത് നിന്ന് വരുന്ന, മഞ്ചേരി പാണ്ടിക്കാട് ആ ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ വണ്ടൂർ റോട്ടിലാണ്. ചെറുകോട് 28-ലാണ് ഈ സ്പോട്ട് വരുന്നത്. അപ്പോ ലൊക്കേഷന് വേണ്ടവർക്ക് അയച്ചു തരും. ബ്രോ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 2016 മോഡലില് 17 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 17 രജിസ്റ്റേർഡ് അല്ലേ? ഓക്കെ. ഓപ്ഷൻ ഏതാ? ഓപ്ഷന് VDI ആണ് വരുന്നത്. ഡീസൽ ആണ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഡീസലാണ്. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ ഇത് 1.25 റണ്ണിങ് വരുന്നത്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇതൊരു 4,000 ചെയ്യാൻ പറ്റും. 4,000 ചെയ്യാം. 17 രജിസ്റ്റേർഡ് ആയിട്ടുള്ള VDI വണ്ടി ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഡിമാൻഡാണ് ഇപ്പൊ സ്വിഫ്റ്റ് ഡീസലിന്. അതെ. അപ്പൊ ഏത് നേരത്തെ നമുക്കിത് സ്റ്റോക്ക് ഔട്ട് ആവാൻ പറയാൻ പറ്റില്ല. അതെ. ഓക്കെ. അല്ല, ഇത് എന്നും ആളുകള് അന്വേഷിക്കുന്ന വണ്ടി. അതെ, പൊതുവെ ഇപ്പൊ ഡീസൽ സ്വിഫ്റ്റ് നിർത്തിയ സ്ഥിതിക്ക് സ്വിഫ്റ്റിന് ഒന്നും കൂടി ഡീസലിനും. അല്ല, ഈ ടൈപ്പ് 2 ഡീസൽ വണ്ടി നല്ല എൻക്വയറിയിലോ ആണ്. അതെ, അത്യാവശ്യം അതിന് ആൾക്കാർ ഉണ്ട് ഒരുപാട്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.